ചിരപുരാതനമായ കോളയാട് പുത്തലമ അമ്പലക്കണ്ടി വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ബുധനാഴ്ച രാവിലെ 5 മണി മുതൽ 9 മണി വരെ നടക്കും. ക്ഷേത്രത്തിന്റെ ഭാഗമായ പുഴക്കടവിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുക. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം പ്രസിഡന്റ് ഒ ബാലൻ നായർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കോളയാട് ഗ്രാമപഞ്ചായത്തിൽ പുത്തലം എന്ന ഗ്രാമത്തിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം നശിച്ചു പോയിരുന്നു. ആ ക്ഷേത്രം ഇപ്പോൾ കമ്മിറ്റി ഏറ്റെടുത്ത് തന്നെ വലിയൊരു ക്ഷേത്രം നിർമ്മാണത്തിൻ്റെ പാതയിലാണ് നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും. 1 ഏക്കർ സ്ഥലം ക്ഷേത്രത്തിന് വേണ്ടി വാങ്ങുകയും അതിൽ നല്ലൊരു ശ്രീകോവിൽ പണി തീർക്കുകയും അതോടനുബന്ധിച്ച് ഒരു മണിക്കിണറും ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ള തറ കെട്ടി അതിൽ മണ്ണ് നിറച്ച് പാകപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 10-17 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൽ ആരാധന, ഈ നിലവിലുള്ള കൊച്ചു ക്ഷേത്രത്തിലാണ് ഇപ്പോഴുള്ള ആരാധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ എല്ലാ മാസത്തിലും മലയാള മാസത്തിൽ ആദ്യ ഞായറാഴ്ചയാണ് നട തുറന്ന് പൂജയും മറ്റു വഴിപാടുകളും നടത്തപ്പെടുന്നത്. ഒരുപാട് ഭക്തർ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഈ മാസപൂജയിൽ എത്തിപ്പെടുന്നുണ്ട്. ഒരുപാട് ഭക്തരുടെ സഹായം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എത്രയും വേഗം തീർക്കണമെന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. ഇതിനു പുറമെ ഈ ദേവീദേവന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ ഇവിടെ 3 വർഷമായി കർക്കിടക ബലി ഗാനങ്ങൾ നടത്തുക. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു പുഴയിൽ വെച്ചാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. നാളെ ഈ വർഷത്തെ കർക്കിടക വാവുബലി നടക്കുകയാണ്. ബലിതർപ്പണങ്ങൾ ചെയ്യാനുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ നാളെ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിലെല്ലാവരും വന്ന് ആ ദേവീദേവന്മാരുടെ വാദത്തിൽ കർക്കിടക വാവുബലി നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അഭ്യർത്ഥനയും. അതിനെല്ലാവരും രാവിലെ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് ക്ഷേത്ര പരിസരത്തുള്ള ഒരു പുഴയിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പറ്റാവുന്നൊക്കെ ആളുകൾ ആ ദർപ്പണത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഉദ്ദേശിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.